ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് വളരെ വിശദമായി ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞു. നമ്മൾ കേരളത്തിൽ എല്ലാ മേഖലയിലും കുറേയേറെ പുതിയ പദ്ധതികളും നൽകുന്ന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും വർധനയും പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. പുതുതായിട്ട് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പറഞ്ഞിട്ട് വീട്ടമ്മമാരുടെ പെൻഷനാണ്. അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1000 രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, തുക പറഞ്ഞിരുന്നില്ല. അപ്പം നോക്കിയാൽ മതി. പിന്നെ തുക പറഞ്ഞിരുന്നില്ല. അങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷൻ്റെ നിങ്ങൾക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ ഇപ്പം നിങ്ങൾ നേരത്തെ 2000 ആക്കിയേക്കും 1800 ആക്കിയേക്കും എന്നൊക്കെ വാർത്ത കൊടുത്തിരുന്നു. വാസ്തവത്തിൽ ചർച്ചകളുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് ചോദിച്ചോട്ട് പറഞ്ഞു, എത്രയാണെന്ന് പറയുന്നില്ല, വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു വർക്ക് 1 മാസമെങ്കിലും ആയിട്ട് ഞങ്ങൾ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ 2000 ആക്കി. മറ്റ് ഓരോ മേഖലയിലും എല്ലാ നമ്മുടെ സ്കീം വർക്കേഴ്സിനും എന്ന് പൊതുവിൽ പറഞ്ഞാൽ ആശ, അംഗൻവാടി, പാചകത്തൊഴിലാളി, അവരുടെ ഡെയിലി കൂലിയാണെങ്കിലും അവർക്കും 1000 രൂപ വെച്ച് വരും. അംഗൻവാടി, പിന്നീട് അതുപോലെയുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എല്ലാവരുടെയും 1000 രൂപ വെച്ച് വർദ്ധിപ്പിക്കുന്ന തീരുമാനം വന്നു. സാക്ഷരതാ പ്രവർത്തകന്മാരുടെ. അപ്പോൾ ഇതുപോലെ മറ്റ് ചില മേഖലയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ് ക്ഷേമ പെൻഷൻ വർധന. നമ്മൾ സർക്കാർ ജീവനക്കാരുടെ DA 2 DA കൊടുക്കുമെന്നായിരുന്നു റൂൾ 300-ൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു, 2 DA കൊടുത്തു. സർക്കാർ ജീവനക്കാരുടെ പരിപാടിയിലും പറഞ്ഞു ഇനിയും ചിലപ്പം ഇനിയും കൊടുക്കും. കാരണം അവർക്ക് അർഹമായിട്ടുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ അനുഭവത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത്, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന വലിയ കുറവ് നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ 2-3 വർഷക്കാലം ഞങ്ങളുടെ ചിലവ് 30,000 കോടിയാണ് തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷത്തേക്കാളും വർദ്ധിച്ചത്. കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അടക്കം വന്നുകൊണ്ടാണ്. അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 57,000 വെട്ടിക്കുറയ്ക്കപ്പെട്ടു. അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തത്. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങളെ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ച വെച്ച് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ അളവിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,75,000 കോടി ശരാശരി ഒരു വർഷം ചിലവാക്കുന്ന നേരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞതെന്നൊരു സംശയം തോന്നാം. എന്നാൽ പിന്നെ ബഡ്ജറ്റിലല്ലേ സാധാരണ പ്രതീക്ഷിക്കുക? നിങ്ങളെല്ലാം പ്രതീക്ഷിക്കും ബഡ്ജറ്റ് സമയത്താണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അവതരിപ്പിക്കും. സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൂർണ്ണ ബഡ്ജറ്റല്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക. മാർച്ചിൽ പാസ്സാക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റണ്ടിനാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക. ഇതിപ്പോൾ അങ്ങനല്ല. നവംബർ മാസം 1-ാം തീയതി തൊട്ട് നടപ്പിലാവുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇന്ന് കാര്യം നടപ്പിലാവും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, നമ്മളല്ലേ, ഞാനും പത്രപ്രവർത്തകനാണെങ്കിൽ അത് പറയും, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെൻറ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി. അപ്പോൾ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും. കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്, ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഞങ്ങൾ ഇത് ചെയ്തത് ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. അല്ല, ഒരു കാര്യം ചെയ്യുമ്പോഴേ നിങ്ങൾ ചോറ് വിളമ്പുന്നത് കഴിച്ചിട്ടല്ലയോ അടുത്ത ഐറ്റത്തിലേക്ക് നോക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ശ്രീത്തെ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇതിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇനി അടുത്തൊരു കാര്യമാണ്. അടുത്ത കാര്യം പിന്നെ വരുന്നതല്ലേ. ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് എത്ര ബാധ്യത വരുന്നതാണ്, നല്ല ബാധ്യത വരുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. പ്രഖ്യാപനങ്ങളെല്ലാം വിശദമായി കണക്കാക്കണം. എന്തായാലും
ഒരു 10,000 കോടി കുറയില്ല. ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇപ്പോൾ പൊതുവിതരണം, ഇങ്ങനെയൊക്കെ തന്നെ പലതും പെൻഡിങ്ങായി കിടക്കുന്നതിന് 10,000 കോടിക്ക് അടുത്തുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ടാക്സ് വിഹിതം വെട്ടിക്കുറച്ചൊക്കെയാണ് നേരത്തെ പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും ബാധ്യത വരുമെന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ധരിക്കുന്നത്. ക്ഷേമ പെൻഷന് 3,000 കോടിയുടെ ചെലവ് വരുമെന്ന് പറഞ്ഞാൽ അധിക ബാധ്യതയാണോ? അധിക ബാധ്യതയാണ്. അത് അധിക ബാധ്യതയാണ്. കാരണം ഇപ്പോൾ തന്നെ 10,000 കോടിക്കടുത്ത് ഒരു വർഷം ചിലവാക്കുന്നുണ്ടല്ലോ. അതിന് വരും. പിന്നെ വീട്ടമ്മമാരുടെ പെൻഷൻ എന്നുള്ളൂ, സ്ത്രീ സുരക്ഷ വീട്ടമ്മമാരുടെയാണ്. കോളേജ് കുട്ടികൾക്ക് അവർക്ക് അതിൻ്റെ സ്കീം വിശദമായിട്ട് വരണം. അവർക്ക് 1,000 രൂപ വെച്ച് പഠിത്തം കഴിഞ്ഞവർക്ക് അവരുടെ ഒരു ജോബ് സീക്കിംഗ് പീരീഡാണ്, അവർക്ക് ഉള്ള ഒരു കാര്യമുണ്ട്. കുടുംബശ്രീ ADS എല്ലാ കുടുംബശ്രീകളിലും ഓരോ വാർഡിലും കിട്ടുന്നതാണ്. അത് വലിയൊരു കാര്യമാണ്. അതിനൊക്കെ ആ നല്ല തുക വരുന്നതാണ്. പിന്നെ ക്ഷേമ പെൻഷനും നെല്ലിൻ്റെ റബ്ബറിൻ്റെയും വർധന. നെല്ല് 30 രൂപ. അതൊരു കാര്യം ഞാൻ പറയുകയാണ്, നെല്ലിൻ്റെ തറവിലയാണ് 30 നിശ്ചയിച്ചേക്കുന്നത്. ഞങ്ങളൊരിക്കലും ഈ ഗവൺമെൻറ് വന്നപ്പോഴത്തോട് പറയുന്നുണ്ട് ഇൻസെൻറ്റീവായി കണക്ട് ചെയ്തല്ല അത് കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോ സമയത്തും കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേന്ദ്ര ഗവൺമെൻറ് എത്രയും തരാത്തത് കൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്ന ഇൻസെൻറ്റീവ് ഉണ്ട്. ആ ഇൻസെൻറ്റീവ് ഇതിൽ നിന്ന് തട്ടിക്കുറയ്ക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇപ്പം അവർ പ്രഖ്യാപിച്ച എല്ലാ തുകയേക്കാളും കൂടുതലാണ്. അതിനിയും നാളെ ഇനി ഒരു 50 പൈസ ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടുകയല്ല. അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അസംബ്ലിയിൽ ഇത് പറയാറുണ്ട്. ഇൻസെൻറ്റീവ് എത്ര വരട്ടെ, ഇപ്പം നെൽകൃഷിക്കാർക്ക് ഒരു 30 രൂപ കൊടുക്കണം.